ഉടമ്പടി കാശുരൂപവും അമ്മച്ചൻ പ്രാർത്ഥിച്ചു തന്ന കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും കൊണ്ടാണ് പോയത്. എക്സാമിന് ചെല്ലുന്നിരിക്കുമ്പോഴും ഉടമ്പടി സാക്ഷ്യങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പോഴും മുൻപത്തെ തവണ പോലെ തന്നെ എനിക്ക് അധികമൊന്നും പ്രിപ്പയർ ചെയ്യാനോ അതിനൊന്നും സമയം കിട്ടിയിരുന്നില്ല. ഡ്യൂട്ടിയുടെ ഇടയ്ക്കായിരുന്നുകൊണ്ട് പല തടസ്സങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും ഉടമ്പടിയിൽ സമർപ്പിച്ചത് ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം, മാതാവ് എന്നെ ഇത്തവണ കൈവിടില്ല എന്നൊരു വിശ്വാസം, മാതാവ് തിരുകുമാരനോട് പറഞ്ഞ് ഇത്തവണ എനിക്കത് നേടിത്തരും എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി. ചെന്ന ഉടൻ തന്നെ വേറെ ആരോടും, മറ്റുള്ളവരൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു, വേറെ ആരോടും സംസാരിക്കാതെയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്ക്രീനിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് അവിടെ ആരും അറിയാതെ ആ സ്ക്രീനിൽ ആ ടേബിളിൻ്റെ അവിടെ, ഓൺലൈൻ എക്സാമാണ്, ടേബിളിൻ്റെ അവിടെ ഇടുകയും ഇങ്ങനെയെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചു. ഓരോ ക്വസ്റ്റ്യനും മുമ്പായിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഓൺലൈനായിട്ട് എക്സാം മാർക്ക് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ടായി. എക്സാം കഴിഞ്ഞ് പോരുമ്പോൾ വീണ്ടും ആ സ്ക്രീനിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച്, മാതാവേ ഇനി ഒരു പ്രാവശ്യം കൂടി ഈ എക്സാം എഴുതാൻ എനിക്ക് അതിൻ്റെ ആവശ്യം എനിക്ക് വരരുതേ, മാതാവേ എന്നെ കാത്തോളണേ, തിരുകുമാരനോട് പറഞ്ഞ് എനിക്കിത് നേടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. ഇന്നലെ രാവിലെ മിഞ്ഞാന്ന് രാത്രി വന്നെങ്കിലും ഇന്നലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 മണിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥിച്ച് ആണ് ഞാൻ റിസൾട്ട് നോക്കിയത്. അപ്പോൾ 2 പേപ്പറും പാസ്സായി എന്ന റിസൾട്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവും തിരുകുമാരൻ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തവണ ഞാനത് പാസ്സായതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ള അതേ സമയത്ത് മാതാവ് എനിക്കത് നൽകി എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾ 12th ICSE ബോർഡ് എക്സാം എഴുതിയിട്ടുണ്ട്. ഇത്തവണ എഴുതിയിരുന്നു. പഠിക്കാൻ പൊതുവെ കുറച്ച് മോശമായിരുന്നു. പ്രീ ബോർഡ് എക്സാമിനൊക്കെ കുറച്ച് ചില സബ്ജക്ട്സിൽ മാർക്ക് വളരെ കുറയും ഫെയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും എന്നോട് കൂടെ ചേർന്ന് ചെയ്യുകയും അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.